നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിനെ കുറിച്ചാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സ്ക്വാഡാണ് ബ്രസീലിൻ്റേത്. അതിൽ ഒന്നാമത് കാർലോ ആഞ്ചലോട്ടിയാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നൺ ബ്രസീലിയൻ മാനേജറെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ നിയമിക്കുന്നത്. ആ സമയത്ത് അതിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. രണ്ടാമത് സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവാണ്. യെസ്, അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പരിക്കേനാൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്തുമോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കാർലോ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ന്യൂസ് പ്രകാരം അദ്ദേഹത്തിന് മൊറോക്കോക്കെതിരെയുള്ള ആദ്യ മത്സരം നഷ്ടപ്പെട്ടേക്കാം. കാരണം അദ്ദേഹത്തിന് അതിനുശേഷം സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും പരിക്ക് പറ്റിയിരിക്കുന്നു. ബ്രസീൽ ഫുട്ബോളിനെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രമുള്ള നാടാണ്. ലോകത്ത് ഇന്നേ വരെ നടന്നതിൽ വെച്ച് എല്ലാ വേൾഡ് കപ്പിലും പങ്കാളിത്തം ഉറപ്പിച്ച ഏക രാജ്യമുണ്ടെങ്കിൽ അത് ബ്രസീലാണ്. ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടിയത് അത് ബ്രസീലാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് അതും ബ്രസീലാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങളും അച്ചീവ്മെൻറ്റ്സുകളുമുള്ള നാടാണ് ബ്രസീൽ. അതുപോലെ തന്നെ പെലെ മുതൽ സീക്കോയും റൊണാൾഡോയും റൊണാൾഡിനോയും കക്കയും ഇപ്പോൾ ഇതാ സാക്ഷാൽ നെയ്മർ ജൂനിയർ വരെ എത്തി നിൽക്കുന്ന ആ ഒരു ശൃംഖല പന്താട്ടക്കാരെ സംഭാവന ചെയ്ത നാടാണ് ബ്രസീൽ. ഇത്രയും വലിയ ലെഗസിയും പാരമ്പര്യമുള്ള ടീമാണെങ്കിൽ കൂടി 24 വർഷമായി അവർ ആ ലോക കിരീടം ഉയർത്തിയിട്ട് അവസാനമായിട്ട് അവർ 2002 ആ കിരീടം ഉയർത്തിയത്. ഏകദേശം 3 പതിറ്റാണ്ടോളമായി പിന്നീടൊരു ലോക കിരീടം പോലും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തവണ USA കാർലോയും സംഘവും എത്തുന്നത്. ഇനി ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് കീപ്പർമാരായി അലിസൺ, എഡേഴ്സൺ, ബെവർട്ടൺ. അതിൽ അലിസൺ ഓർ എഡേഴ്സൺ രണ്ടാലൊരു താരത്തെ ആയിരിക്കും കാർലോ ആദ്യ 11ലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ടാവുക. അതിൽ ആര് തന്നെയായാലും അതൊരു സേഫ് ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് പറയാനുള്ളത്. ഡിഫൻഡർമാരായിട്ട് ആരൊക്കെയാണുള്ളത്? വെസ്ലി, മാർക്കിനസ്, ഡാനിലോ, അലക്സാൻഡ്രോ, ഗബ്രിയൽ, ഇബനസ്, ലിയോ പെരേര, ഡഗ്ലസ് സാന്റോസ്, ബ്രമർ. ഇതിൽ ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അവരുടെ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് കളിക്കുന്ന വെസ്ലിക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ കാർലോ അദ്ദേഹത്തിന് പകരം മറ്റൊരു വ്യക്തിയെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ യുണൈറ്റഡിൽ ജോയിൻ ചെയ്തിട്ടുള്ള എഡേഴ്സൺ ആണ്. അദ്ദേഹം ഒരു മിഡ്ഫീൽഡറെയാണ് ഒരു ഡിഫൻഡർക്ക് പകരം അദ്ദേഹം ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെസ്ലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് റോമയോടൊപ്പം ഒരു മികച്ച സീസണായിരുന്നു സോഫാർ ഈ സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഈ സീസണിൽ അദ്ദേഹം 5 ഗോളുകളും 1 അസിസ്റ്റും നൽകിക്കൊണ്ട് റോമയ്ക്ക് വേണ്ടി ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പകരം എത്തുന്ന എഡേഴ്സൺ ആണെങ്കിലോ അറ്റ്ലാന്റയിലായിരുന്നു കളിച്ചിരുന്നത്. ഈ സീസണോട് കൂടി അദ്ദേഹം യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മിഡ്ഫീൽഡ് താരമാണ്. ഒരു മിഡ്ഫീൽഡ് താരത്തെയാണ് ഒരു ഡിഫൻഡർക്ക് പകരം കാർലോ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് ആരൊക്കെയായിരിക്കും ആ ഡിഫൻസ് കൈകാര്യം ചെയ്യാൻ പോകുക എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് സെൻറ്റർ ബാക്കായിട്ട് അത് ഗബ്രിയലും മാർക്കിനസും തന്നെയായിരിക്കും. PSG മാർക്കിനസും ആർസണലിൻ്റെ ഗബ്രിയലും തന്നെയായിരിക്കും. നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ കണ്ടതല്ലേ, PSG ആർസണലും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ PSG ഡിഫൻസ് കൈകാര്യം ചെയ്യുന്നത് മാർക്കിനസും അപ്പുറത്ത് ഡിഫൻസ് കാത്ത ഗബ്രിയലുമാണ് ഇവിടെ ബ്രസീലിൻ്റെ നാഷണൽ ടീമിൻ്റെ ഡിഫൻസ് കാക്കാൻ പോകുന്നത്. ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീലിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അത് ഡിഫൻസിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ആ 2 വിങ് ബാക്കുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മാർസലോയും ഡാനി ആൽവസും അവശേഷിപ്പിച്ചു പോയ ആ ഒരു വിടവ് നികത്താൻ ഇതുവരെ ബ്രസീലിന് സാധിച്ചിട്ടില്ല എന്നതാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു താരമുണ്ടായിരുന്നു, അത് വെസ്ലി ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്ക് പറ്റിയ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പകരം ആരായിരിക്കും ആ 2 വിങ്ങുകളിൽ കാർലോ ഉപയോഗിക്കാൻ പോകുന്നുണ്ടാവുക? ആ 2 വിങ്ങുകളിൽ ഡഗ്ലസ് സാന്റോസിനെയും അതുപോലെ തന്നെ ബ്രമറിനെ ആയിരിക്കാം മേ ബി ആ 2 വിങ്ങുകളിൽ കാർലോ ആൻസലോട്ടി ഉപയോഗിക്കാൻ പോകുന്നുണ്ടാവുക. മേ ബി അതിന് പകരം വേണമെങ്കിൽ അലക്സാൻഡ്രോയൊക്കെ പകരക്കാരൻ്റെ റോളിൽ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണുള്ളത്? കാസിമിറോയുണ്ട്, ബ്രൂണോ ഗീമിറസ് ഉണ്ട്, ഫാബിനിയുണ്ട്, ലൂക്കാസ് പാക്കറ്റയുണ്ട്, ഡാനിലോ സാന്റോസ് ഉണ്ട്. ബ്രസീലിനെ സംബന്ധിച്ച് അവരുടെ മധ്യനിര സ്ട്രോങ് ആണ്. കാസിമിറോ ആൻഡ് ഗിമിറസ് ഈ 2 താരങ്ങളെ തന്നെയായിരിക്കും
കാർലോ ആ ഒരു DM റോളിൽ കളിപ്പിക്കാൻ പോകുന്നുണ്ടാവുക. കാർലോയുടെ ഇഷ്ടതാരങ്ങളാണ് ഇരുവരും, അതിനാൽ അവരെ തന്നെ ആയിരിക്കും എന്തായാലും കാർലോ മധ്യനിരയിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നുണ്ടാവുക. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് എഡേഴ്സനെ കാർലോ ടീമിൽ ഉൾപ്പെടുത്തിയതാണ്. ഒരു ഡിഫൻഡറെ ഒഴിവാക്കിയാണ് ഒരു മിഡ്ഫീൽഡറെ കാർലോ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു 3 മാൻ മിഡ്ഫീൽഡറായി തന്നെ വേണമെങ്കിൽ ബ്രസീലിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മാത്യാസ് ക്യൂനയുണ്ട്, ലൂയിസ് ഹെൻറിക്കയുണ്ട്, ഗബ്രിയൽ മാർട്ടിനെല്ലിയുണ്ട്, എൻട്രിക്, നെയ്മർ ജൂനിയർ, റാഫിനിയ, റയാൻ, ഇഗോർ തിയാഗോ ആൻഡ് വിനീഷ്യസ് ജൂനിയർ. ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ താരങ്ങളൊക്കെ എവിടെ കളിപ്പിക്കും എന്നുള്ളത്. അതിനൊക്കെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട. അതിനൊക്കെ കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്ന ഒരു മാനേജറാണ് ബ്രസീലിനുള്ളത്, കാർലോ ആഞ്ചലോട്ടി. നമ്മൾ റയൽ മാഡ്രിഡിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ആ ഒരു ഗലാക്റ്റിക്കോസിനെ എത്രത്തോളം കൃത്യമായിട്ടാണ് അദ്ദേഹം അവിടെ കളിപ്പിച്ചിട്ടുള്ളത്, കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ബ്രസീലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പോകുന്നത് മേ ബി അത് വിനീഷ്യസ് ജൂനിയർ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഇഷ്ടതാരമാണ് വിനീഷ്യസ്. അതുകൊണ്ട് വിനീഷ്യസിനെ തന്നെയായിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ പോകുന്നുണ്ടാവുക. റൈറ്റ് വിങ്ങിലേക്ക് എത്തുമ്പോൾ അവിടെ റാഫിനിയ ആയിരിക്കും മേ ബി കളിക്കുന്നുണ്ടാവുക. ഒരു അറ്റാക്കിംഗ് മിഡായിട്ട് അവിടെ സാക്ഷാൽ നെയ്മർ ജൂനിയറിനെ തന്നെയായിരിക്കും കാർലോ പരിഗണിക്കുന്നുണ്ടാവുക. ഇനിയൊരു സെൻട്രൽ ഫോർവേഡായിട്ട് ഇഗോർ തിയാഗോ ഓർ എൻട്രിക്, രണ്ടാളൊരു താരത്തെയായിരിക്കും കളിപ്പിക്കുന്നുണ്ടാവുക. ഇപ്പോൾ പറഞ്ഞത് അത് 4-2-3-1 എന്ന ഫോർമേഷനിലെ സ്കോഡിനെ കുറിച്ചാണ്. ഇതിലിനി 4-3-3 എന്ന സ്കോഡിലേക്ക് കാർലോ ആ ടീമിനെ മാറ്റുകയാണെങ്കിൽ മേ ബി ഇപ്പോൾ പുതിയൊരു എഡേഴ്സനെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4-3-3 എന്ന ഫോർമേഷനിലാണ് കാർലോ ടീമിനെ അണിനിരത്താൻ പോകുന്നതെങ്കിൽ അതിൽ പക്വറ്റയെ ആ ഒരു മിഡ്ഫീൽഡ് റോളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി ആധിപത്യം പുലർത്താൻ വേണ്ടിയാണ് കാർലോ ഒരു പുതിയൊരു എഡേഴ്സൺ എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡ് താരത്തെ ഡിഫൻഡർക്ക് പകരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം കൊണ്ടും ബ്രസീലിൻ്റെ സ്ക്വാഡ് എന്ന് പറയുന്നത് അത് അതിശക്തമാണ്. നമ്മൾ ഓരോ താരങ്ങളെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ലോക ഫുട്ബോളിൽ ഏറ്റവും ബിഗ് ടീമിൽ ബിഗ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിലേക്ക് ബ്രസീലിനെ നയിച്ചുകൊണ്ട് എത്തുന്നത്. ഇനി ബ്രസീലിന് നേരിടാനുള്ള ടീമുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ മൊറോക്കോയുണ്ട്, ഹെയ്ത്തിയുണ്ട്, സ്കോട്ട്ലൻഡുണ്ട്. ഇതിൽ മൊറോക്കോ മാത്രമായിരിക്കും ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നുണ്ടാവുക. ബാക്കിയുള്ള 2 ടീമുകളെ അപേക്ഷിച്ച് മൊറോക്കോ തന്നെയായിരിക്കും ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ടഫായിട്ടുള്ള മത്സരം ഉണ്ടായിരിക്കുക. ആ മത്സരം അവർക്ക് വിജയിക്കാൻ സാധിച്ചാൽ, ഒരു ആധിപത്യം പുലർത്താൻ ആ മത്സരത്തിൽ സാധിച്ചാൽ ഡെഫിനറ്റ്ലി 1ാം സ്ഥാനത്തോടു കൂടി അവർക്ക് മറ്റ് റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചരിത്രം ഒരുപാട് പറയാനുള്ള ബ്രസീൽ, ജോഗോ ബോണിറ്റയുടെ താളമുള്ള ബ്രസീൽ ഇത്തവണത്തെ വേൾഡ് കപ്പിലേക്കും കൂടി എത്തുകയാണ്. അതൊരു 6ാം കിരീടത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.